ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കണ്ണിമാങ്ങ അച്ചാറിടാൻ വേണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് കണ്ണിമാങ്ങ പറിച്ചായിരുന്നു, കുറച്ച് ഇടാൻ വേണ്ടി. അതാണിത്. അത് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, കഴുകി തുടച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ശകലം അതിൻ്റെ ആ ഒരു ഞെടുപ്പോട് കൂടി വേണം ഇടാൻ, എങ്കിൽ അതിൻ്റെ ആ ചൊനയും കൂടെ ഇറങ്ങി നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കണ്ണിമാങ്ങ അച്ചാറ് ഇനി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിത് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒട്ടും വെള്ളമയം പാടില്ല. വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറ് പൂത്തു പോകാനും അതുപോലെ കേടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ കണ്ണിമാങ്ങ ഇത് ഇച്ചിരി വലിപ്പം വലുതായതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ അതിൻ്റെ കറക്റ്റ് ഭാവമാണ്. അങ്ങനെ കുറച്ച് വലുതും കുറച്ച് ചെറുതുമായിട്ടുള്ള കുറച്ച് കണ്ണിമാങ്ങയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കല്ലുപ്പാണ്. കഴിവതും കല്ലുപ്പ് തന്നെ യൂസ് ചെയ്യുക, അതായിരിക്കും അതിന് ടേസ്റ്റ് കിട്ടാൻ നല്ലത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ലെയർ കല്ലുപ്പ് ഇടുന്നു. കുറച്ച് മാങ്ങ ഞാറ്റുണ്ട്. വീണ്ടും നമുക്ക് അല്പം കല്ലുപ്പും കൂടി ഇടാം. അപ്പം നമ്മൾ കല്ലുപ്പും മാങ്ങയും ലെയറായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അവസാനം അല്പം കൂടി കല്ലുപ്പ് ചേർക്കാവുന്നതാണ്. നമുക്ക് ഒരു 100 ഗ്രാം കല്ലുപ്പ് മതിയാവും. ഇതിപ്പം ഞാൻ 4 കിലോ കണ്ണിമാങ്ങ ഉണ്ട്. അപ്പം ഞാനൊരു 400 ഗ്രാമോളം കല്ലുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടത് അടച്ചു വെച്ചിട്ട് കെട്ടി വെക്കണം, ഒട്ടും കാറ്റ് കയറാത്ത രീതിക്ക്. ഇത് നമുക്ക് കുറഞ്ഞത് ഒരു 3 ആഴ്ചയെങ്കിലും വെക്കുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ നമുക്കെടുത്ത് അച്ചാർ ഇടാം, എങ്കിലേ ഇത് ശരിക്കും ഇനി ചുങ്ങി ഇതൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് 21 ദിവസം കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. താങ്ക് യു. ഹലോ, അപ്പോൾ നമ്മുടെ കണ്ണിമാങ്ങ എടുത്തിരിക്കുകയാണ്. 14 ദിവസം കഴിഞ്ഞു. 14 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായി. ഇനി നമുക്ക് ഇതിന് മസാലകൾ ചേർത്ത് നമുക്ക് ഒരു ഭരണിയിൽ ഇട്ട് വെക്കാം. ഇതാണ് മസാലയ്ക്ക് വേണ്ടി ഞാൻ മുളക് പൊടി അല്പം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഉലുവ പൊടിച്ചത്, അതുപോലെ കടുക്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്നുകൂടെ നമുക്ക് പൊടിച്ച് എടുക്കണം. അതിനുശേഷം നമ്മൾ കായപ്പൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ മസാല തയ്യാറാക്കിയിട്ട് വരാം. ഹലോ, അപ്പോൾ നമ്മുടെ മസാല അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ കണ്ണിമാങ്ങ ഇട്ട ഉപ്പുവെള്ളം എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ മസാല അരച്ചിട്ടത്. അതായത് മുളക് പൊടി, കടുക്, ഉലുവ അതുപോലെ തന്നെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ചേർത്താണ് നമ്മൾ ആവശ്യത്തിന് ഗ്രേവി ചേർക്കുന്നത്. അത് ഇതിനകത്ത് നമുക്ക് മിക്സ് ചെയ്യാം. മസാല ചേർത്ത് കഴിഞ്ഞാൽ നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വലിയ കണ്ണിമാങ്ങ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ ഒരെണ്ണം എടുത്ത് ഞാൻ ഒരാൾ കഴിക്കത്തില്ല. അപ്പം നമ്മൾ ഇത് ശരിക്കും നമുക്കൊന്ന് 4 ആയിട്ട് കട്ട് ചെയ്തിടാവുന്നതാണ്.